ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജനുവരി 15, സന്യാസിയായ വിശുദ്ധ പൗലോസ്. ആദ്യത്തെ ക്രൈസ്തവ സന്യാസിയായി അറിയപ്പെടുന്ന വിശുദ്ധ പൗലോസിന്റെ ഓർമ്മദിനമാണിന്ന്. 113 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നുവെന്നും അതിൽ 90 വർഷവും ഈജിപ്തിലെ മരുഭൂമികളിലായിരുന്നുവെന്നും കരുതപ്പെടുന്നു. സന്യാസിയായ വിശുദ്ധ പൗലോസിന്റെ ജീവചരിത്രം വിശുദ്ധ ജെറോം രചിച്ചു. ഈജിപ്തിലെ ഒരു ഉന്നത കുടുംബത്തിലാണ് പൗലോസ് ജനിച്ചത്. മികച്ച വിദ്യാഭ്യാസം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഗ്രീക്ക്, ഈജിപ്ഷ്യൻ ഭാഷകളിൽ അഗാധമായ അറിവ് അദ്ദേഹം സമ്പാദിച്ചു. പൗലോസിന് 15 വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ മരിച്ചു. സഹോദരനായ പീറ്റർ സ്വത്ത് കൈക്കലാക്കാൻ ശ്രമിച്ചിരുന്നു. അത് പൗലോസിനെ വേദനിപ്പിച്ചു. ഈ സമയത്ത് ഡെസിയസ് ചക്രവർത്തി ശക്തമായ ക്രൈസ്തവ പീഡനങ്ങൾ ആരംഭിച്ചിരുന്നു. സ്വത്തുക്കൾ അത്യാർത്തിക്കാരായ ബന്ധുക്കൾക്ക് വിതരണം ചെയ്ത ശേഷം പൗലോസ് നാടുവിട്ടു. ഈജിപ്തിലെ മരുഭൂമിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ജീവിതം. പഴങ്ങളും വെള്ളവും മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്ഷണം. ഇലകളിലായിരുന്നു വസ്ത്രം. മുഴുവൻ സമയവും അദ്ദേഹം പ്രാർത്ഥനയ്ക്കായി നീക്കിവെച്ചു. 1-2 ദിവസമല്ല, ഏതാണ്ട് 80 വർഷം. ഒരിക്കൽ വിശുദ്ധനായ ആന്റണി അദ്ദേഹത്തെ സന്ദർശിച്ചു. അതോടെയാണ് പൗലോസിന്റെ ജീവിതത്തെക്കുറിച്ച് പുറലോകം അറിയുന്നത്. 2 വിശുദ്ധരും ഒന്നിച്ച് കുറച്ച് ദിവസങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥനയിൽ ചിലവിട്ടു. ഇത്രയും വർഷം ഏകനായി എങ്ങനെ മരുഭൂമിയിൽ കഴിഞ്ഞുവെന്ന് ആന്റണി ചോദിച്ചു. പൗലോസ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഞാൻ ഏകനായിരുന്നില്ല. ദൈവമായ കർത്താവും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവും മാലാഖമാരും സകല രക്തസാക്ഷികളും എനിക്കൊപ്പം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഒരു മലങ്കാക്ക അപ്പവുമായി പറന്നെത്തുമായിരുന്നുവെന്നും ഏതാണ്ട് 60 വർഷത്തോളം ആ അപ്പമാണ് താൻ ഭക്ഷിച്ചതെന്നും പൗലോസ് പറഞ്ഞു. ഇരുവിശുദ്ധരും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ മലങ്കാക്ക പറന്നു വന്നു. എന്നും ഒരപ്പക്കഷ്ണത്തിന്റെ പകുതിയായിരുന്നു മലങ്കാക്ക കൊണ്ടുവന്നിരുന്നത്. എന്നാൽ അന്നൊരപ്പം പൂർണ്ണമായി കൊണ്ടുവന്നു. 2 വിശുദ്ധരും ആ അപ്പം ഭക്ഷിച്ചു. ഒന്നിച്ച് ദൈവത്തെ പാടിപ്പകർത്തിയ ശേഷം ആന്റണി മടക്കയാത്രയ്ക്കൊരുങ്ങി. തിരിച്ചു പോകുന്ന വഴിക്ക് അദ്ദേഹത്തിനൊരു ദർശനമുണ്ടായി. 2 മാലാഖമാർ പൗലോസിന്റെ ആത്മാവിനെ വഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്നതായി അദ്ദേഹം കണ്ടു. ഉടൻ തന്നെ അദ്ദേഹം തിരിച്ച് മരുഭൂമിയിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന പൗലോസിനെ കണ്ടു. അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം മരിച്ചിരിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞു. 2 സിംഹങ്ങൾ അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന് കാവൽ നിന്നിരുന്നു. സിംഹങ്ങൾ ചേർന്ന് ഒരു കുഴി കുഴിച്ചുവെന്നും അതിൽ പൗലോസിനെ അടക്കിയെന്നുമാണ് ഐതിഹ്യം. ഇന്നേ ദിവസം പ്രാർത്ഥിക്കാൻ മടിയുള്ള എല്ലാ കുട്ടികളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.